ഇതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയസാധ്യതയല്ല, ആർക്ക് ഭരണം കിട്ടും, എങ്ങനെയാകും കോർപ്പറേഷൻ, എന്താകും ഒരു കോർപ്പറേഷൻ്റെ സ്ഥിതി എന്നും കോൺഗ്രസിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ബി ജെ പി കുറിച്ചൊന്നും പറഞ്ഞില്ല. ബി ജെ പി കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇതിപ്പോൾ നമുക്ക് കൊച്ചി കോർപ്പറേഷൻ എങ്ങനെ എന്താകും? കാര്യം ഇപ്പോൾ ഭരിക്കുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണ് അനിൽകുമാർ മേയറായിരിക്കുന്നത്. കാര്യം കൊച്ചി സാധാരണ കോൺഗ്രസിന് കിട്ടാറുള്ളതാണ്. എന്ത് പറയുന്നത്? ഇപ്പോൾ വി ഡി സതീശൻ തന്നെ നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് കൊച്ചിൻ കോർപ്പറേഷൻ 2020 അത് നമുക്ക് നോക്കിയാണെങ്കിൽ നിലവിൽ 74 ഡിവിഷനാണ് 2020 ഇത്തവണ 2025 മാറുമ്പോൾ അത് 76, 2 ഡിവിഷൻ കൂടി. നിലവിലെ കക്ഷി നില നമുക്ക് നോക്കാം. LDF 34 സീറ്റാണ്, UDF 31. അതായത് LDF യും UDF തമ്മിൽ 3 സീറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 5 സീറ്റ് BJPക്ക്, 4 സ്വതന്ത്രന്മാർ. അപ്പോൾ ഈ 34 LDF കൂടെ 4 സ്വതന്ത്രന്മാരെയും കൂടിയാണ് അവർ 37 LDF 5 വർഷം ഭരിച്ചത്. പിന്നെ 2025 നമ്മൾ ഇപ്പോൾ ഈ 2025 വരുമ്പോൾ 76 ഡിവിഷനാണ് ഉള്ളത്. 56% വനിതകളാണ് LDF ഇത്തവണ ജനവിധി തേടുന്നത്. അതിൽ അഡ്വക്കേറ്റ് ദീപ വർമ്മ, അഡ്വക്കേറ്റ് P അനിത, അജി ഫ്രാൻസിസ്, അംബിക സുദർശൻ, ബീന മഹേഷ്, S ശശികല എന്നിവരിൽ ഒരാൾ മേയറാവും. കാരണം ഇത്തവണ കഴിഞ്ഞ തവണ ജനറൽ വാർഡായതുകൊണ്ട് അഡ്വക്കേറ്റ് M അനിൽകുമാർ ആയിരുന്നു മേയർ എങ്കിൽ ഇത്തവണ അത്ര ഒരു വനിതാ മേയറായിരിക്കും കൊച്ചിയിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അജി ഫ്രാൻസിസ്, പിന്നെ ശശികലയോ, നമ്മുടെ S ശശികല, ഇവരൊക്കെ സാധ്യതയുള്ള ഇവരൊക്കെയാണ് മേയർ സ്ഥാനാർത്ഥികളായിട്ട് പരിഗണന ലിസ്റ്റുള്ളത്. ബീന മഹേഷ്, അംബിക സുദർശൻ, അജി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് P അനിൽ, ഇവരുടെ അജി ഫ്രാൻസിസ് നമ്മളെ അടുത്ത് തന്നെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഉള്ളത്. പിന്നെ UDF അവകാശവാദമായിട്ട് പറയുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരെ അവർ ചേർത്തു. പക്ഷേ UDF ഇത്തവണ ഒരു തടസ്സമായി, ഒരു പ്രതിസന്ധിയായിട്ടുള്ളത് വിമതശല്യമാണ്. 9 ഡിവിഷനുകളിൽ കോൺഗ്രസിന് UDF വിമത ശല്യമുണ്ട്. ശരിയാണ്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഇത്തവണ VD സതീശനാണ് UDF വേണ്ടി ഈ തന്ത്രങ്ങൾ മെനയാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് VD സതീശനാണെന്ന VD സതീശനാണ്. അതായത് LDF അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടമായിട്ട് അവർ പറയുന്നത്, ഒന്ന് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് പുതിയ കോർപ്പറേഷൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. പിന്നെ തുരുത്തി ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി. പിന്നെ കാലങ്ങളായ ഒരു ആവശ്യമായിരുന്നു പുതിയ മാർക്കറ്റ് കോംപ്ലക്സ്. ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൽ പുതിയ കോംപ്ലക്സ്, അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള മാർക്കറ്റ് കോംപ്ലക്സ്. പിന്നെ ഒന്ന് സമൃദ്ധി കൊച്ചി, ഭക്ഷണം ചുരുങ്ങിയ സമൃദ്ധി ഹോട്ടലുകൾ. വളരെ അത് എടുത്തു പറയേണ്ടതാണ്. സമൃദ്ധി സക്സസ് ആണ്, ഭയങ്കര അത് എന്തുകൊണ്ടും നേട്ടമാണ്, നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇക്കുറിയും 2020 കഴിഞ്ഞ തവണ V4 കൊച്ചിയും 2020യും സാന്നിധ്യം, അതായത് 2020 അത് UDF ഭയങ്കര തലവേദനയായിരുന്നു. കൊച്ചി നല്ല സാന്നിധ്യമായിരുന്നു. ഇത്തവണ എന്നാൽ 2020 ഉണ്ട്. പക്ഷെ ഇത്തവണ കാര്യമായി 2020 അത്ര അവരുടെ പോക്കറ്റുകളിൽ ഉണ്ട്. നമുക്കിനി ഒരു ചരിത്രം നോക്കാം. അതായത് 2010 മുതൽ 2015 വരെ അന്ന് ജനറൽ സീറ്റ് ആയതുകൊണ്ട് ടോണി ചമ്മണി ആയിരുന്നു UDF മേയറായിരുന്നു. 2015 മുതൽ 2020 വരെ സൗമിനി ജെയിൻ മേയർ. അത് 2020 മുതൽ 2025 വരെ അനിൽകുമാർ ആയിരുന്നു. പിന്നെ VK മിനിമോള്, ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു എന്നിവരാണ് ഇത്തവണ. VK മിനിമോള് മത്സരിക്കുന്ന അവിടെ ഇതുണ്ട്, പിന്നെ ഞാൻ താമസിക്കുന്ന അവിടെയാണ്. അതെ. അവരൊക്കെയാണ് പ്രധാനമായിട്ടും. മാലിന്യ കുറുപ്പ്, പിന്നെ സീന ഗോകുൽ എന്നിവരെയാണ് മേയർ പരിഗണിക്കുന്നതിന് കൂടുതൽ. അത് ദീപ്തി മേരിക്കാണ് കൂടുതൽ. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ KPCC ജനറൽ സെക്രട്ടറി ആണ്. കൂടാതെ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ചാർജ് അവർക്കാണ്. ചാനൽ ചർച്ചകളിൽ ഗസ്റ്റിനൊക്കെ അവരാണ് കൊടുക്കുന്നത്. ഞാൻ പലതവണ റിപ്പോർട്ടർ വെച്ചും മീഡിയയിലൊക്കെ വെച്ച് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കാണ് ചെറിയ മുന്തിയ. കാരണം ഇന്നിപ്പോ ഏറ്റവും വലിയ രസം, ഇന്നിപ്പോ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് ദീപാദാസ് മുൻഷി ഇവര് മത്സരിക്കുന്ന എറണാകുളം അവരുടെ കേന്ദ്ര കമ്മിറ്റി AICC ചുമതലയുള്ളവര്. അതെ, കേരളത്തിന്റെ ചുമതലയുള്ള. അപ്പൊ അവരാണ് ഈ ദീപ്തി മേരി വർഗീസിന്റെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊട്ടിക്കലാശം ഇപ്പൊ സമാപിച്ചിരുന്നു. പിന്നെ 2010 മുമ്പ്, അതായത് 2010 ശേഷം 2010 മുതൽ 2020 വരെ UDF ഭരിച്ചത്. 2010 മുമ്പ് 2.5 പതിറ്റാണ്ട് LDF കൊച്ചി കോർപ്പറേഷൻ
ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കുറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കുറി അവർ നേട്ടമായി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു. സമൃദ്ധി, പുതിയ മാർക്കറ്റ്, തുരുത്തി, പുതിയ കോർപ്പറേഷൻ മന്ദിരം, ബ്രഹ്മപുരം. അതെ. UDF പ്രധാന നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. എങ്കിൽ LDF വരികയാണെങ്കിൽ P രാജീവ്, വ്യവസായ മന്ത്രി P രാജീവാണ് LDF കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. V4 കൊച്ചിയുടെ സാന്നിധ്യം 2020 UDF വൻ തിരിച്ചടിയായിരുന്നു. ഇത്തവണ CPM 58 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്, 6 സീറ്റിൽ CPI മത്സരിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നിലവിലെ മേയറായ അനിൽകുമാർ ഇക്കുറി മത്സരിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേയറായിരുന്നു, ജനകീയനായ ഒരു മേയറായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ആരെയും പിണക്കാത്ത ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിന്റെ കീഴിൽ കാണിച്ചുവെക്കാൻ കഴിഞ്ഞു. പ്രദേശത്തിന് പോലും അത് അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എന്തായാലും ഒരു നല്ലൊരു മത്സരം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മള് കാരണം UDF സംബന്ധിച്ചിടത്തോളം ഈ റിബലുകളുടെ ശല്യം അത് എത്രത്തോളം UDF ബാധിക്കും എന്നറിയാൻ പറ്റും. BJP കഴിഞ്ഞ തവണ 5 സീറ്റായിരുന്നു, BJP ഒരു 10-12 സീറ്റാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു വലിയ കാര്യമായ റോളില്ലെങ്കിലും കഴിഞ്ഞ തവണ 5ആണ്, ചിലപ്പോൾ ഒരു 10-12 സീറ്റാണ് ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഗംഭീര മത്സരം, ഒരു UDF-ഉം LDF-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് പ്രധാനമായിട്ടും കൊച്ചിൻ കോർപ്പറേഷൻ നടക്കുന്നത്. UDF LDF മത്സരം തന്നെ ആയിരിക്കും. കാര്യം BJPക്ക് അത്ര കണ്ടൊരു വലിയ ഹോൾഡ് ഇല്ല അല്ലേ, വളരെ. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ തവണ BJPയുടെ ജനകീയ മുഖങ്ങളായിരുന്നവരെയൊന്നും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എന്നും പറയുന്ന സംഭവമുണ്ട്. ഏതായാലും ഈ പറയുന്ന രീതിയിൽ UDF LDF മത്സരം എന്ന് പറയുമ്പോൾ ത്രികോണ മത്സരങ്ങൾ അത്ര കണ്ടുണ്ടോ എന്നൊരു സംശയവും ഉണ്ട്. ഇല്ല, ത്രികോണ മത്സരങ്ങൾ കാരണം നേർക്കുനേരം മത്സരമാണ്. കാരണം പ്രധാനമായിട്ടും LDF UDF തമ്മിലുള്ള നേർക്കുനേരം മത്സരം തിരുവനന്തപുരത്ത് നേരെ മറിച്ചാണ്. തിരുവനന്തപുരത്ത് ചേട്ടാ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം. പിന്നെ അവിടെ കോൺഗ്രസ് ഇപ്പൊ ഒന്നുകൂടെ തിരിച്ചു പിടിക്കാൻ സജീവമായിട്ടുണ്ട്. കാരണം K മുരളീധരനും എതിരെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി. ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ച് VD സതീശന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എറണാകുളം അദ്ദേഹത്തിന്റെ തട്ടകമാണ്. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നോമിനി ആയിട്ടുള്ള DCC പ്രസിഡന്റാണ് ഷിയാസ്. അപ്പൊ ഷിയാസ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഷിയാസ് ഈ കളമശ്ശേരിയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗുമായിട്ട് മണ്ഡലം വെച്ച് മാറിയാൽ മുഹമ്മദ് ഷിയാസ് ആയിരിക്കും കളമശ്ശേരി സാധ്യത. അതെ. അപ്പൊ VD സതീശൻ, അതെ, P രാജീവ് ജയിച്ചത് കഴിഞ്ഞ തവണ ലീഗിന്റെ കുഞ്ഞിന്റെ മകൻ മത്സരിച്ചുകൊണ്ടാണ് ജയിച്ചത് തന്നെ. അപ്പോൾ P രാജീവിനെ സംബന്ധിച്ച് ഇദ്ദേഹമാണ്, ഷിയാസ് ആണെന്നുണ്ടെങ്കിൽ നല്ല മത്സരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ VD സതീശൻ തന്നെ നിർത്തിയ സ്ഥാനാർത്ഥികളാകുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. കാര്യം തിരുവനന്തപുരത്ത് നമ്മൾ K മുരളീധരന്റെ കാര്യം പറഞ്ഞതുപോലെ AICC നേരിട്ട് ഓരോരുത്തർക്ക് ഓരോ ജില്ലയുടെ ചുമതല കൊടുത്തിരുന്നു. അതിൽ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെയും ബഹുമാനപ്പെട്ട K മുരളീധരൻ തിരുവനന്തപുരത്ത്. ബാക്കി വിഷ്ണുനാഥ് കൊല്ലം ഏൽപ്പിച്ചെങ്കിലും വിഷ്ണുനാഥ് നിന്നും കൊല്ലത്തൊന്നും എത്തിയിട്ടില്ല. അവിടെ VS ശിവകുമാറിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല കോഴിക്കോട് ഏൽപ്പിച്ചെങ്കിലും രമേശ് ചെന്നിത്തല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ജില്ലകളിലായിട്ട് നിൽക്കുകയാണ്. കോഴിക്കോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും റിബൽ ശല്യം കൊച്ചിയിൽ കോൺഗ്രസിന് വലിയ തലവേദനയാവും. അതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഒരു വർഷത്തിന് മുമ്പോ ഒക്കെ ഇവിടുന്ന് ജയിച്ച കൗൺസിലർമാർ ഈ മിനിമോൾക്കെതിരെ മത്സരിക്കുന്ന ഒരു റിബലുണ്ട്. അയാളൊക്കെ അവിടെ സോളമൻ എന്ന മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹമൊക്കെ അവിടുത്തെ ജനകീയനായ നേരത്തെ സൂചിപ്പിച്ച പോലെ 2020 V4 കൊച്ചി എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു. അവർ ശരിക്കും UDF ക്ഷീണം ചെയ്തിരുന്നു. കാരണം UDF ഭരണം കിട്ടാതിരിക്കാനുള്ള പല കാരണങ്ങളിലും ഒന്ന് 2020യുടെയും V4 കൊച്ചിയുടെയും പ്രസൻസ് ആണ്. പക്ഷെ ഇത്തവണ V4 കൊച്ചി ഇല്ല. 2020 ഉണ്ടെങ്കിലും 2020 നാമമാത്രമായ ചില അത് എത്രത്തോളം തിരിച്ചടിയാകുമോ. 2020 പറയുന്ന പോലെ അവരുടെ ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തൊക്കെ 2020 അവിടെ കിഴക്കമ്പലം പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങൾ, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പിന്നെ പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവരുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ശക്തി അവർ ഏതാണ്ട് അറിയിക്കുന്നില്ല. അവരുടെ ഒരു പ്രസൻസ് ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ തന്നെ അവരുടെ ചിഹ്നത്തിൽ ആള് മത്സരിക്കുന്നു. അവരുടെ ചിഹ്നത്തിൽ മാങ്ങയാണ് അവരുടെ ചിഹ്നം. പക്ഷേ അത് നമ്മൾ തമാശയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിലും 2020 വ്യക്തമായ ഒരു ഐഡന്റിറ്റി കിഴക്കമ്പലത്തുണ്ട്. അവിടെ അവർ നേരിടുന്ന ആരെയാണ്? CPM-നെയും കോൺഗ്രസിനെയാണ്. അവിടെ ഏറ്റവും അവിടെ മത്സരിക്കുന്നത് CPM-ഉം LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്. അവർക്ക് ഒറ്റക്കെതിരെയാണ് മത്സരിക്കുന്നത്. ഏതായാലും നമുക്ക് എറണാകുളം
ജില്ല രാഷ്ട്രീയ എറണാകുളം ജില്ലക്ക് എന്തായാലും യു ഡി എഫിന് അപ്പർ എഡ്ജ് ഉണ്ട്. ഒരു അപ്പർ എഡ്ജ് ഉണ്ട് എന്ന് തന്നെ കരുതാം. പക്ഷെ എങ്കിലും നമ്മൾ ഈ പറയുന്ന 2-3 പേരുകാർ മേയറാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പേരുകാര് അവരൊക്കെ തന്നെ ജയിക്കുമെന്ന് തന്നെ അവർ വളരെ ഉറപ്പായിട്ട് ജയിക്കുമെന്നാണ്. അവരൊക്കെ തന്നെ നമ്മൾ ഈ ഓഫീസ് പരിസരത്തിന് അടുത്ത സീറ്റുകളിൽ മത്സരിക്കുന്നവരാണ്. നാട്ടുകാരുടെ പൾസ് നമ്മൾ വെറുതെ അറിയാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പറഞ്ഞ പേരുകാർക്ക് ജയിക്കാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ശനിയാഴ്ച വരുമല്ലേ, ഒരാഴ്ചയുടെ ആവശ്യമില്ല. നമുക്ക് കാത്തിരിക്കാം.